ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളെല്ലാവരും പുതിയ കിയയുടെ സെറോസ് SUV കണ്ടതാണ്. ഞാൻ ആദ്യം ഇതിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് വിചാരിച്ചു എല്ലാവർക്കും ഈ വണ്ടി ഇഷ്ടപ്പെടുമായിരിക്കുന്നു. പക്ഷേ വളരെ മിക്സഡ് ആയിട്ടുള്ള ഒപ്പീനിയനാണ് ഇത് ഈ വാഹനത്തെ പറ്റി ഇപ്പോൾ പൊതുവെ ആൾക്കാരുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കംപ്ലയിൻറ്റ് പറയുന്ന ഈ വാഹനത്തിൻ്റെ ഡിസൈൻ സംബന്ധമായിട്ടാണ്. ഡിസൈൻ വളരെ കുറച്ച് ഓവറായിപ്പോയി, അതുപോലെ വളരെ ബോറാണ് തുടങ്ങിയ അഭിപ്രായമൊക്കെയാണ് പൊതുവെ ആൾക്കാർ പറയുന്നത്. എനിക്ക് ആദ്യം കണ്ടപ്പോൾ ചെറുതായിട്ട് ഇത്തിരി ഓക്കോർഡായിട്ട് തോന്നി ഡിസൈൻ, പ്രത്യേകിച്ച് അതിൻ്റെ റെൻഡേഴ്സിലും അതുപോലെ ഈ വാഹനം ഇറങ്ങുന്നതിന് മുന്നേ സ്പൈ ഷോട്ട്സിലൊക്കെ കണ്ട സമയത്ത് ഭയങ്കര ഓക്കോർഡായിരുന്നു. ശരിക്കും വണ്ടി ഇറങ്ങിയപ്പം പിന്നെ ഒരു ആവറേജ് ലുക്കിംഗ് പോലെയാണ് തോന്നിയത്. പക്ഷെ എന്നാലും നമുക്ക് ഇപ്പോഴത്തെ കൺവെൻഷണൽ SUVs അല്ലെങ്കിൽ കൺവെൻഷണൽ വാഹനങ്ങളുടെ ഒരു ഡിസൈൻ വെച്ച് ഇതിന് ഡിസൈനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് കിയ ഡിസൈൻ്റെ കാര്യത്തിൽ പിടിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെ കുറേ പേര് ഈ വാഹനം ഫ്ലോപ്പ് ആവും എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഫ്ലോപ്പ് ആവാനായിരുന്നെങ്കിൽ നമ്മുടെ XUV 3XO ഒക്കെ വളരെ വലിയൊരു ഫ്ലോപ്പ് ആയേനെ. പക്ഷേ XUV 300 പോലെയുള്ള വളരെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസൈൻ ഉണ്ടായിരുന്ന ഒരു വണ്ടിയിൽ നിന്ന് 3XO പോലെ വളരെ വിയേർഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടുള്ള വണ്ടിയിലേക്ക് വന്നപ്പോഴേക്കും അതിൻ്റെ സെയിൽ കൂടുകയാണ് ചെയ്തത്. പക്ഷേ അതിൻ്റെ റീസൺ മഹീന്ദ്ര ആ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സും ഫീച്ചേഴ്സും ഒക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടാണ്. പക്ഷെ എന്നാൽ പോലും നമുക്കങ്ങനെ ഡിസൈൻ വെച്ച് ഒരിക്കലും ഇന്ത്യയിലൊരു വാഹനം ഫ്ലോപ്പ് ആവും എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഓഫർ ചെയ്യുന്ന ഒരു വാഹനം. ശരിക്കും പറഞ്ഞാൽ ഈ സെഗ്മെൻറ്റിൽ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് ഓഫർ ചെയ്യുന്ന വേറൊരു വണ്ടിയില്ല. ഇപ്പോൾ നെക്സോണോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ 3XO അല്ലെങ്കിൽ ഈവൻ വെന്യൂ ഒക്കെ എടുത്താൽ പോലും അതിനകത്തൊക്കെ ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ. സെറോസിന് മുന്നേ വന്ന ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടൻറ്റർ ആയിട്ടുള്ള നമ്മുടെ സ്കോഡ കൈലാക്ക് ആണെങ്കിൽ പോലും ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും വാഹനം ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓഫർ ചെയ്യുന്നില്ല. കുറച്ച് ഫീച്ചേഴ്സ് മിസ്സിംഗ് ആണ്. അതായത് പാനോറാമിക് സൺറൂഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ ആയിക്കോട്ടെ, പിന്നെ ഈ സെഗ്മെൻറ്റിൽ വേറൊരു വാഹനത്തിലും ഇല്ലാത്ത പോലെ റിയർ വെന്റിലേറ്റഡ് സീറ്റ്സ്, അങ്ങനെ കുറേ എക്സ്ക്ലൂസീവ് ഫീച്ചേഴ്സ് ഒക്കെ ഈ വാഹനത്തിൽ വരുന്നുണ്ട്. പിന്നെ പാനോറാമിക് സൺറൂഫും നമുക്ക് നെക്സോണിലും 3XOയിലും സെറോസിലൊക്കെയാണ് കിട്ടുന്നത്. അതിന് പുറമെ 12.3 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റം, 12.3 ഇഞ്ച് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, അങ്ങനത്തെ ഫീച്ചേഴ്സും വേറെ കമ്പനികളൊന്നും ഓഫർ ചെയ്യുന്നില്ല. അങ്ങനെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ മൊത്തത്തിലുള്ള ക്യാബിൻ്റെ ഒരു ഡിസൈൻ, അതുപോലെ മൊത്തത്തിൽ നമ്മൾ അകത്ത് കയറുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു സെഗ്മെൻറ്റ് മുകളിലുള്ള വണ്ടികളിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് ഈ വാഹനത്തിൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനം ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല എന്ന് പറയാനുള്ള റീസൺ. പിന്നെ ബാക്കി മെയിൻ ആസ്പെക്ട്സ് എല്ലാം തന്നെ പ്രൈസിൽ ഡിപ്പെൻഡ് ചെയ്യും. ഇത്രയും ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു വണ്ടി എന്ന് പറയുമ്പം എന്തായാലും സോണറ്റിൽ എക്സ്പെൻസീവ് ആയിരിക്കും. അതും എനിക്ക് കുറച്ചധികം കമൻസ് വന്നിട്ടുള്ളൊരു കാര്യമാണ്. സോണറ്റിനേക്കാൾ വില കൂടുതലായിരിക്കും എന്നുള്ളത്. തീർച്ചയായും വില കൂടുതലായിരിക്കും. കാരണം ഇത് സെൽട്ടോസിൻ്റെയും സോണറ്റിൻ്റെയും ഇടയിലാണ് അവർ പ്ലേസ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോണറ്റിൻ്റെ ഒരു പ്രൈസ് പോയിന്റ് ഒരിക്കലും ഈ വണ്ടി അവർക്ക് ഇറക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് സോണറ്റിൽ അവർക്ക് വില കുറയ്ക്കാനായിട്ട് ബേസ് മോഡൽ ഒരു 1.2 NA പെട്രോൾ എഞ്ചിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. STK പ്ലസ് വരെ എന്താണ്ട് ആ ഒരു എഞ്ചിൻ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ അതിന് പുറമെ ഈ വാഹനത്തിൽ നമുക്ക് ആ ഒരു എഞ്ചിൻ കൊടുക്കാതെ 1 ലിറ്റർ ടർബോ പെട്രോൾ ആണ് കൊടുത്തിരിക്കുന്നത്. അത് സോണറ്റിൻ്റെ STX അല്ലെങ്കിൽ കുറച്ച് ഉയർന്ന വേരിയൻസ് മുതൽ കിട്ടുന്ന ഒരു എഞ്ചിൻ ഓപ്ഷനാണ്. സോണറ്റിൻ്റെ STK പ്ലസിലും ഇങ്ങനെ 1 ലിറ്റർ ടർബോയുടെ ഒരു ഓപ്ഷൻ അവർ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്നാൽ പോലും ഈ വാഹനത്തിൽ അങ്ങനെയല്ല. നമുക്ക് ബേസ് മോഡൽ മുതൽ തന്നെ ടർബോ പെട്രോൾ എഞ്ചിനാണ് കിട്ടുന്നത്. അതും GDI എഞ്ചിനാണ്. നമുക്കിപ്പോൾ XUV 3XO ഒക്കെ എടുക്കാനാണെങ്കിൽ എൻ്റെ അകത്ത് ബേസിക് വേരിയൻസിൽ MPFI എഞ്ചിനാണ് വരുന്നത്. ഈവൻ നെക്സോണിലും ബേസ് മോഡൽ MPFI എഞ്ചിനാണ് വരുന്നത്. നെക്സോണിൽ പിന്നെ ടോപ്പ് എൻഡും സെയിം എഞ്ചിൻ തന്നെയാണ്. ആകപ്പാടെ കൈലാക്കിലാണ് ബേസ് മോഡൽ മുതൽ നമുക്ക് TGDI എഞ്ചിൻ വരുന്നു എന്ന് പറയാൻ പറ്റുന്നത്. സ്കോഡ ടേംസിൽ പറയുകയാണെങ്കിൽ TSI എഞ്ചിൻ വരുന്നു എന്ന് പറയാൻ പറ്റുന്നത്. അത് പക്ഷേ 8 lakhs ഓർ അറൗണ്ട് 7.89 lakhsiലാണ് അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു പ്രൈസ് പോയിന്റിൽ ഉറപ്പായിട്ടും ഈ വണ്ടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു ബേസ് മോഡൽ പോലും അവർ കൊടുക്കുന്നില്ല. ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് 12.3 ഇഞ്ച് സൈസ് വരുന്ന ഇൻഫോടൈം സിസ്റ്റം, വയർലെസ് ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ സാധാരണ കമ്പനികൾ കൊടുക്കാത്തതാണ്. സോ മിക്കവാറും ഒക്കെ ഈ സെഗ്മെൻറ്റിൽ ബേസിക് വേരിയൻറ്റിൽ ഇൻഫോടൈം സിസ്റ്റമേ കമ്പനികൾ ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത്. സോ അങ്ങനെ ഒരു കേസിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് എന്തായാലും ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അറൗണ്ട് 9.5 to 10 lakhs റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പം ആദ്യം പ്രൈസ് കാണുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഇത് ഭയങ്കര വില കൂടുതലാണല്ലോ എന്നുള്ളത്. പക്ഷേ ഒരുപാട് ഉയർന്ന വേരിയൻസിലേക്ക് പോകാതെ തന്നെ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം കിട്ടും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാനാണെങ്കിൽ STK പ്ലസോ ഈവൻ HTX അല്ലെങ്കിൽ STK ഓപ്ഷണൽ ആണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സിൻ്റെ പാക്കേജാണ് ഓഫർ ചെയ്യുന്നത്. എനിക്ക് ആകെപ്പാടെ ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നിയത് അവർ ഡീസൽ ഓട്ടോമാറ്റിക് ആകെപ്പാടെ ടോപ്പ് എൻഡ് 2 വേരിയൻസിലെ HTX പ്ലസിലും HTX പ്ലസ് ഓപ്ഷണലിലും മാത്രമേ കൊടുക്കുന്നുള്ളൂ. ബാക്കി വേരിയൻസിലൊന്നും അത് നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ അതേസമയം പെട്രോൾ ഓട്ടോമാറ്റിക് നമുക്ക് HTK പ്ലസ് അതുപോലെ HTX തുടങ്ങിയ വേരിയൻസിലൊക്കെ കിട്ടുന്നുണ്ട്. ബാക്കി വേരിയൻസിൽ നമുക്ക് മാനുവൽ ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ ഡീസൽ എഞ്ചിൻ ബേസ് മോഡൽ വരുന്നില്ല. ആകെപ്പാടെ STK ഓപ്ഷണൽ വേരിയൻറ്റ് മുതലായിരിക്കും കിട്ടുന്നത്. അതൊന്നും വലിയ കുഴപ്പമില്ല, നമുക്കിപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഡീസൽ ഓട്ടോമാറ്റിക് അറ്റ്ലീസ്റ്റ് STK പ്ലസ് മുതൽ എങ്കിലും കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഓർ HTXലെങ്കിലും. ഇതിപ്പോൾ അവർ ഏറ്റവും ടോപ്പ് എൻഡ് 2 വേരിയൻസിന് മാത്രമേ അത് കൊടുത്തിട്ടുള്ളൂ. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇനി ചുമ്മാ കൂടുതൽ വലിപ്പിക്കുന്നില്ല. ജസ്റ്റ് സെറോസിൻ്റെ ഒരു ഒപ്പീനിയൻ പോലെ പറയാനായിട്ട് ചെയ്തതാണ്. അല്ലാതെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും കവർ ചെയ്യാനില്ലായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വേരിയൻസ് എക്സ്പ്ലെയിൻ വീഡിയോ ഒക്കെ ഇപ്പോൾ കാണാം. ജസ്റ്റ് ഒന്നെങ്കിൽ ഐക്കാർഡിൽ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ചാനൽ ചെക്ക് ചെയ്താൽ മതി. പുതിയ വീഡിയോ ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ കിടപ്പുണ്ടാവും. പിന്നെ നമ്മുടെ ചാനലിൻ്റെ പ്രൊഡക്ട്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കുറച്ച് കാറിൻ്റെ ആക്സസറീസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നെങ്കിൽ വ്യൂ പ്രൊഡക്ട്സ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. എന്തായാലും ഗൈസ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.